ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. അപ്പോൾ ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് നമ്മൾ NDAയുടെയും CDSന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which among the following was the main occupation of Paleolithic or old age people? അപ്പോൾ പാലിയോലിത്തിക് ഏജിൽ ആ ഒരു സമയത്ത് വ്യക്തികളുടെ പാലിയോലിത്തിക്കിലെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്തായിരുന്നു? ആൻസർ യെസ്, ആൻസർ സി. എല്ലാവരും പറഞ്ഞു ആൻസർ സി. അതെ, ഹണ്ടിങ് ആയിരുന്നു അല്ലെ? ഹണ്ടിങ്. ആൻസർ സി, ഹണ്ടിങ്. അപ്പോൾ ആദ്യ രീതിയിൽ ഹണ്ടിങ് ഒക്കെ ആയിരുന്നു. പിന്നീടാണ് എന്ത് ചെയ്തത്? അത് നിയോലിത്തിക് ആ സമയത്തൊക്കെ എന്തിലേക്ക് മാറിയത്? അഗ്രികൾച്ചറിലേക്ക് മാറിയത്. നമുക്ക് ഓരോന്നായി നോക്കാം. സോ ഹണ്ടിങ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്? യെസ്, ഇവരുടെ ഉപജീവന മാർഗം ഉണ്ടായിരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് ഓഫ് ദി ഫോളോയിങ് നിയോലിത്തിക് സൈറ്റ് എവിഡൻസ് ഓഫ് ബാർലി ഹാവ് ബീൻ ഫൗണ്ട്? അപ്പോ ഈ വീറ്റും ബാർലിയൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്ത മെഹർഗട്ട്. ഓപ്ഷൻ ബി, മെഹർഗട്ട്. ഓപ്ഷൻ ബി, മെഹർഗട്ട്. അപ്പോൾ മെഹർഗട്ടിലായിരുന്നു ഈ ഒരു വീറ്റും ബാർലിയൊക്കെ ആദ്യമായിട്ട് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിങ്ങിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോ മെഹർഗട്ട് നിലവിൽ എവിടെയാണ്? മെഹർഗട്ട് നിലവിൽ പാകിസ്ഥാനിലാണ് കേട്ടോ. ഞാൻ അതിന്റെ മാപ്പ് അടുത്തായി നിങ്ങൾക്ക് കാണിക്കാം. മെഹർഗട്ട് അപ്പോ ഒരു പാലിയോലിത്തിക് സൈറ്റ് ആയിരുന്നു മെഹർഗട്ട്. ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റൊരു പാലിയോലിത്തിക് സൈറ്റുകൾ പലപ്പോഴും എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബുർസാഹോം, ദെൻ ഹല്ലൂർ, അതുപോലെ തന്നെ പയ്യമ്പള്ളി, ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ എന്ത് ചെയ്തു ഈ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. ഞാൻ കൂടുതലായി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽസ് വാസ് യൂസ്ഡ് ഫസ്റ്റ് ബൈ ചാൽക്കൊലിത്ത് പീപ്പിൾ? അപ്പോൾ ചാൽക്കൊലിത്തിക് പീപ്പിൾ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആയുധം അല്ലെങ്കിൽ ഏത് മെറ്റൽ ആയിരുന്നു? പറഞ്ഞോളൂ. കോപ്പർ ആയിരുന്നു കേട്ടോ. കോപ്പർ. അപ്പോൾ ആ ഒരു ഏജിനെ പറയുന്ന പേര് തന്നെയാണ് കോപ്പർ സ്റ്റോൺ ഏജ്, ചാൽക്കോലിത്തിക് കേട്ടോ. അപ്പോൾ ആ ഒരു ചാൽക്കോലിത്തിക്കിന്റെ ഭാഗമായിട്ട് വ്യത്യസ്ത വിഭാഗം അല്ലെങ്കിൽ വ്യത്യസ്ത ടൂൾസ് ആയിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. കോപ്പർ ടൂൾസ്, ദെൻ അതുമായി ബന്ധപ്പെട്ട ടെക്നോളജി, ഇങ്ങനെ കുറെ സംഭവങ്ങൾ നിങ്ങൾ ഓൾറെഡി പോയിന്റ്സ് ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ മോസ്റ്റ് ഓഫ് ദ സീൽസ് were made of? What's your answer? Answer is answer D, Delhi steatite. അപ്പോൾ ആക്ച്വലി ഇതൊരു ഒരു റോക്ക് തന്നെയാണ്, ഒരു റോക്കാണ്. പക്ഷെ അത്ര കടുകട്ടി റോക്കല്ല, സോപ്പ് സ്റ്റോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു തരം മെറ്റമോർഫിക് റോക്കാണ്. അപ്പൊ ആ ഒരു മെറ്റമോർഫിക് റോക്കിലാണ് അന്നത്തെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ട് അന്നത്തെ പല സീലുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. പല സീലുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിസ്കഷൻ ഉണ്ട്, ആ ഒരു ക്വസ്റ്റൻ ഉണ്ട്. നമുക്ക് ആ ഭാഗത്ത് ബാക്കി ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റീറ്റൈറ്റ്, harpin seal were mainly carved on steatite, that is soapstone, which is type of metamorphic rock. ഇതായിരുന്നു ഒരു സ്റ്റീറ്റൈറ്റ്. ഇതൊരു പശുപതി അല്ലെ, പശുപതി അതിന്റെ ഒരു സീലിന്റെ ഒരു ഫോർമാറ്റ് ആണ്. സ്റ്റീറ്റൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സീലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ട്രേസസ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് നോട്ട് ബീൻ ഫൗണ്ട് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ? താഴെ പറയുന്നവയിൽ ഓപ്ഷൻ എ ബാർലി, ഓപ്ഷൻ ബി സീസ്മം, ഓപ്ഷൻ സി മസ്റ്റാർഡ്, ഓപ്ഷൻ ഡി ഷുഗർ കെയിൻ. ഇതിൽ ഏത് വിഭാഗം ക്രോപ്പാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇല്ലാതിരുന്നത്? ഏതായിരുന്നു? യെസ്, ഷുഗർ കെയിൻ. ഓപ്ഷൻ ഡി. അതിൽ യുവർ കറക്റ്റ്, ഷുഗർ കെയിൻ ആ സമയത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇല്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാരപ്പൻ സൈറ്റ് ഹാഡ് എ ഡോക്ക്? ഒരു പോർട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ക്. അതെ ഹരി, യുവർ കറക്റ്റ്.
ലോത്തലായിരുന്നു അല്ലേ? ഒരു പോർട്ട് സിറ്റി, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു പോർട്ട് സിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റി ആയിരുന്നു ലോത്തൽ. അടുത്തത് എ ജയന്റ് റിസർവോയർ and megalithic burials of the Harappan civilization were found. അപ്പോൾ റിസർവോയർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ ആൻസർ നമുക്ക് കിട്ടി. ഏതായിരുന്നു? ഓപ്ഷൻ ബി, ധോളാവിറ. പല എക്സാമുകൾക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈവൻ UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷന് വരെ സിമ്പിൾ ആയിട്ട് വൺ വേർഡ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു ഈ ധോളാവിറയെ കുറിച്ച്, അല്ലെങ്കിൽ ജൈന്റ് റിസർവോയർ എവിടെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഈ ഫീച്ചേഴ്സ് എല്ലാം ഞാനൊരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിക്കാം. അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ധോളാവിറ ഈസ് നോൺ ഫോർ ആൻ അഡ്വാൻസ്ഡ് വാട്ടർ റിസർവോയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന സ്ഥലങ്ങളും അവിടുത്തെ ഫീച്ചേഴ്സും നമുക്ക് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹാരപ്പ. ഹാരപ്പ നിലവിൽ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഫീച്ചേഴ്സ്, ഗ്രാനറി ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രേറ്റ് ഗ്രാനറി ഉള്ളത് എവിടെയാണ്? മോഹൻജോദാരോയിലാണ് കേട്ടോ. അതായത് ഗ്രാനറി എന്ന് പറയുമ്പം എന്ത് ചെയ്യുന്നു, ഈ ഒരു നമ്മുടെ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ധാന്യപ്പുര, ഗ്രാനറി. ദെൻ സർക്കുലർ ബ്രിക്ക് പ്ലാറ്റ്ഫോം, ദെൻ സിമിത്തേരി. മോഹൻജോദാരോ നോക്കിക്കഴിഞ്ഞാൽ അതും പാകിസ്ഥാനിലാണ്, നിലവിൽ പാകിസ്ഥാനിലാണ് കാണുന്നത്. ഗ്രേറ്റ് ബാത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഗ്രേറ്റ് ഗാനറി ഉള്ള സ്ഥലം കൂടിയാണ്. അസംബ്ലി ഹാൾ ഉണ്ടായിരുന്നു. ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു ഉള്ള സ്ഥലമാണ്. അത് അല്ലെ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. ദെൻ പ്രീസ്റ്റ് കിങ് സ്റ്റാച്ചു നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടായിരുന്ന സ്ഥലമാണ്. അപ്പോ മോഹൻജോദാരോ അതിന്റെ ഒരു ക്യാപിറ്റൽ എന്നൊക്കെ നമുക്ക് പറയാം. അടുത്ത് ലോത്തൽ നിലവിൽ ഇന്ത്യയിൽ അല്ലെ ഗുജറാത്തിലാണ് അല്ലെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഡോക്യാർഡ് അല്ലെങ്കിൽ ഒരു പോർട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. മറ്റൊന്ന് വെയർഹൗസ്, ദെൻ ബീഡ് മേക്കിംഗ് ഇൻഡസ്ട്രി. അതുപോലെ തന്നെ ഫയർ ആൾട്ടാർസ്. അടുത്ത കാലിബംഗാൻ നിലവിൽ രാജസ്ഥാനിലുള്ള സ്ഥലമാണ്. പ്ലഫ്ഡ് അഗ്രികൾച്ചറൽ ഫീൽഡ്, ഫയർ ആൾട്ടാർസ്, എവിഡൻസ് ഓഫ് എർത്ത്. മറ്റൊന്ന് ധോളാവിറ. നമ്മുടെ ആൻസർ ഇതായിരുന്നു, ധോളാവിറ. നിലവിൽ ഇന്ത്യയിൽ വാട്ടർ കൺസർവേഷൻ സിസ്റ്റത്തിന് വളരെ പേര് കേട്ട സ്ഥലം കൂടിയാണ്. അപ്പൊ ധോളാവിറ എവിടെയാണ്? ഗുജറാത്തിലാണ്. റിസർവോയർ, 3-part സിറ്റി പ്ലാനിംഗ്, എ സൈൻ ബോർഡ് വിത്ത് എ സ്ക്രിപ്റ്റ്. അടുത്ത് രാഗിഗർഗി, ബീഹാറിൽ ലാർജസ്റ്റ് ഹാർപ്പൻ സൈറ്റ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ പ്ലാൻഡ് സ്ട്രീറ്റ് ബറിയൽ സൈറ്റ്സ്. ബാനവാലി അഗൈൻ ഇന്ത്യയിലാണ്, ഹരിയാനയിൽ. ഫോർട്ട് ഫീറ്റ് ടൗൺ, ബാർലി കൾട്ടിവേഷൻ, പ്രീ ഹാരപ്പൻ ആൻഡ് ഹാരപ്പൻ ഫേസസ്. സുർക്കാട്ടോട, അതായത് ഒരേ ഒരു സ്ഥലത്ത് ഹോഴ്സിന്റെ അതായത് നമ്മുടെ കുതിരയുടെ ഒരു അവശിഷ്ടം അല്ലെങ്കിൽ ഒരു ബോൺ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് സുർക്കാട്ടോട. ആക്ച്വലി ഈ അടുത്താണ് ഈ ഒരു ഹോഴ്സിന്റെ ഇത് കണ്ടെത്തിയത് കേട്ടോ. അതിന് പറയാൻ കാരണം വേറെ ഒന്നുമില്ല, UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഈ താഴെ പറഞ്ഞ ഏത് വിഭാഗം ആനിമൽസ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ആൻസർ കീ പ്രകാരം ഹോഴ്സ് ആയിരുന്നു. പക്ഷെ പിന്നീടാണ് ഹോഴ്സിന്റെ ബോൺ ഈ സുർക്കാട്ടോടയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആ ഒരു പോയിന്റ്സ് ഓർത്തിരിക്കുക. അടുത്ത ചാൻഹുദാരോ, പാകിസ്ഥാനിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബീഡ് മേക്കിംഗ് ഫാക്ടറി കാണാം. അതുപോലെ തന്നെ ഈ സിറ്റാഡൽ കാണാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടിയാണ് ഏത്? ചാൻഹുദാരോ. അപ്പൊ സിറ്റാഡൽ എന്ന് പറയുന്നത് എന്താ? സിറ്റാഡൽ അതായത് ഒരു ടൗൺ, ആ ടൗണിന്റെ മുകളിൽ മറ്റൊരു ടൗൺ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം നോർമലി മിക്ക സിറ്റികളിലും കാണാൻ പറ്റും. പക്ഷെ സിറ്റാഡൽ കാണാൻ പറ്റാത്ത ഒരു സിറ്റിയാണ് ചാൻഹുദാരോ. മറ്റൊന്ന് ആലംഗീർപൂർ, ഇന്ത്യയിൽ ഈസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഇൻ ഹാരപ്പ. അതുപോലെ തന്നെ റോപ്പാർ അഗൈൻ ഇൻ ഇന്ത്യ, എവിഡൻസ് ഓഫ് ഹാരപ്പ ആൻഡ് ലാസ്റ്റ് കൾച്ചേഴ്സ് ടുഗെദർ. ദെൻ ദൈവബാദ് ഇന്ത്യയിൽ തന്നെയായിരുന്നു. ബ്രോൺസ് സ്കൾപ്ചേഴ്സ്, ലേറ്റ് ഹാരപ്പൻ ഫേസിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സംഭവം കൂടെയായിരുന്നു ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. ഇനി ഞാൻ നേരത്തെ ഓരോ
ഏരിയ വൈസ് ആയിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഓരോ ഫീച്ചേഴ്സ് അടിസ്ഥാനത്തിൽ നമുക്ക് ആ സ്ഥലത്തെ ഐഡന്റിഫൈ ചെയ്യാം. ഗ്രേറ്റ് ബാത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? മോഹൻജദാരോ. ഡോക്യാർഡ് നമുക്ക് കാണാൻ പറ്റുന്നത് ലോത്താൽ. അതുപോലെ തന്നെ പ്ലഫ്ഡ് ഫീൽഡ് കാണാൻ പറ്റുന്നത് അത് ഉഴുതുമറിച്ച നിലം അല്ലെ, ഉഴുതുമറിച്ച നിലം കാണാൻ പറ്റുന്നത് കാലിമംഗാൻ. അതുപോലെ തന്നെ വാട്ടർ മാനേജ്മെന്റ് നമുക്ക് കാണാം പ്ലഫ് ഫീൽഡ്. ബാക്കി 2 സ്ഥലം കൂടി ഞാൻ പറയാം കേട്ടോ. വാട്ടർ മാനേജ്മെന്റ് ധോളാവിറ. ഹോസ് ബോൺസ് സുർക്കട്ടോട. ലാർജസ്റ്റ് സൈറ്റ് ഇൻ ഇന്ത്യ എവിടെയാണ്? രാഖിഗർഹി. ഇത് ഇന്റർവ്യൂ ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റൻ കൂടി ആയിരുന്നു, രാഖിഗർഹി. അതുപോലെ തന്നെ ബീഡ് ഫാക്ടറി ചാൻഹുദാരോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ഗോഡ് വിത്ത് 3 ഹെഡ്സ് ആൻഡ് ഹോൺസ് സറൗണ്ടഡ് ബൈ ആനിമൽസ് represented on a seal from Mohenjo-daro is said to be. എന്താണ് ആൻസർ? ആൻസർ ഡി, പശുപതി അല്ലേ? ആൻസർ ഡി, പശുപതി. അപ്പോ ദ ഫിഗർ റിസംബിൾസ് പ്രോട്ടോശിവ. അപ്പോ ഒരു യോഗി പോസ്റ്ററിൽ ഇരിക്കുന്ന പ്രോട്ടോശിവ, അതാണ് പശുപതി സീൽ. സ്റ്റീറ്റൈറ്റ് അല്ലെ മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സീലായിരുന്നു. അടുത്ത് ദ ഹാർപ്പൻ സൈറ്റ് ബാനാവാലി ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് റിവർ. ഇങ്ങനെയും കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഡസ് ആയിരുന്നില്ല കേട്ടോ ഹരി, ഇത് ഗഖാർ ആയിരുന്നു. ബാനാവാലി നമുക്ക് കാണാൻ പറ്റുന്നത് ഗഗാറിലായിരുന്നു. നമുക്ക് പെട്ടെന്നൊന്ന് എന്ത് ചെയ്യാം, അതൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ എവിടെയാണ് ഈ ഒരു ബാനാവാലി? ഇതാണ് ബാനാവാലി. ഇത് ഇൻഡസ് അല്ല, ഗഗാർ എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന സരസ്വതി റിവർ ആയിരുന്നു കേട്ടോ. ഇനി ഹാരപ്പ റിവർ ഏത് റിവർ ബാങ്കിലാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റിവർ രവി. ഇനി ഇൻഡസ് റിവറിന്റെ സ്ഥലത്തുണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു? കോട്ട് ഡിജി, അതുപോലെ തന്നെ മോഹൻജദാരോ, അംബ്രി, ചാൻഹുദാരോ, ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At which among the following Harappan sites are fire altars found? അപ്പൊ താഴെ പറയുന്നതിൽ ഫയർ ആൾട്ടാർസ്. അതെ, കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ കാലിബംഗാൻ. അപ്പോൾ കൂടെ ഒരു കാര്യം ഓർത്തിരിക്കുക, കാലിബംഗാന്റെ കൂടെ തന്നെ ലോത്തലിലും ഈ ഒരു ഫയർ ആൾട്ടാർ ഉണ്ടായിരുന്നു. ഞാനത് നേരത്തെ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ടേബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫയർ ആൾട്ടാർ ഡിസ്കവേർഡ് അറ്റ് കാലിബംഗാൻ ആൻഡ് ലോത്തൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹാർപ്പൻ സൈറ്റ് വാസ് സ്പെഷ്യലൈസ്ഡ് സെന്റർ ഫോർ മേക്കിംഗ് ഷെൽ ഒബ്ജക്ട്സ്? ഷെൽ ഒബ്ജക്ട്സ് പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ബി ബാലക്കോട്ട്. ഇത് ആക്ച്വലി ഇന്ത്യക്ക് തൊട്ടടുത്ത ബാലക്കോട്ടല്ല. ബാലക്കോട്ട് ആക്രമണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതല്ല. ഇത് കറാച്ചി റീജിയൻ ഉണ്ടായിരുന്ന ബാലക്കോട്ട കേട്ടോ. ബാലക്കോട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കാം. ബാലക്കോട്ട് കേട്ടോ. ഓക്കെ, ബാലക്കോട്ട് വാസ് a coastal site known for the shell working industry. അടുത്ത ക്വസ്റ്റ്യൻ. In Mesopotamian records, മെസപ്പൊട്ടോമിയ എവിടെയാണ്? മെസപ്പൊട്ടോമിയ ഇന്നത്തെ അല്ലെ ഈ പേർഷ്യ ആ ഒരു റീജിയനിൽ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു അല്ലെ സംസ്കാരമായിരുന്നു മെസപ്പൊട്ടേമിയൻ സംസ്കാരം. ആ ഒരു മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ റെക്കോർഡുകൾ അനുസരിച്ചിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനെ എന്ത് പേരിലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ ബി മെലൂഹ. അതെ ഹരി, യുവർ കറക്റ്റ്, മെലൂഹ. അടുത്ത ക്വസ്റ്റ്യൻ. ദ മെയിൻ ആർക്കിടെക്ചറൽ ആൻഡ് ആർട്സ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ് വാലി പീരീഡ്. The main architectural and arts features of Indus Valley period. താഴെ പറയുന്നതിൽ ടൗൺ പ്ലാനിംഗ്. ടൗൺ പ്ലാനിംഗ്. വേറെ ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്.
യെസ്. അപ്പൊ പെട്ടെന്ന് ആൻസറിലേക്ക് വായിച്ച് എത്തരുത്. കാരണം പബ്ലിക് ബാത്ത്സ് ഉണ്ടായിരുന്നു അല്ലെ, ഗ്രേറ്റ് ബാത്ത്, മോഹൻജദാരോ ഉണ്ടായിരുന്ന ഗ്രേറ്റ് ബാത്ത് അതിന്റെ ഒരു ഉദാഹരണമാണ്. ദെൻ അതുപോലെ തന്നെ മോഹൻജദാരോയിൽ കാണുന്ന പില്ലേർഡ് ഹാൾസ്, അസംബ്ലി ഹാൾസ് നമ്മൾ പറഞ്ഞില്ലേ. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സ്പീഡ് ഓക്കെ ആണല്ലോ അല്ലേ? Yes, sir. Okay. First statement, during Neolithic age, people domesticated animals. Is it correct? It's a correct statement. Neolithic age, അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പാലിയോലിത്തിക് ഏജ് അല്ലേ, അതുപോലെ തന്നെ മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ ഏകദേശം 10,000 BC മുമ്പുള്ള കാര്യങ്ങളിൽ നമ്മൾ പാലിയോലിത്തിക് ഏജ് എന്ന് പറയും. ഏകദേശം ഒരു 4000 BC, 10,000 മുതൽ 4000 BC വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മെസോലിത്തിക് ഏജ്. 4000 മുതൽ 1000 BC, ഇതെല്ലാം BC ആണ്, BC, ബിഫോർ ക്രൈസ്റ്റ്. BC വരെയുള്ളത് നിയോലിത്തിക്. അപ്പോ ഈ നിയോലിത്തിക് ഏജിന്റെ ഭാഗമായിരുന്നു നമ്മൾ ഏത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെ. അതായത് ഏകദേശം 3500 BC മുതൽ 1500 BC ആ ഒരു സമയത്തിന്റെ ഇടയ്ക്കുള്ളായിരുന്നു. അതായത് പല രീതിയിലുള്ള ഇയേഴ്സും പല ആളുകളും പറയുന്നുണ്ട്. എന്നിരുന്നാലും അത് റേഞ്ച് നോക്കി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോ ഈ നിയോലിത്തിക് ഏജിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ ഏജ് മാർക്ക് ദ ഹിസ്റ്ററി, ദ ഡിസ്കവറി ഓഫ് വീൽ. അഗെയിൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ചക്രം കണ്ടുപിടിച്ചത്, ചക്രം അല്ലെ, വീൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നതും ഈ സമയത്ത് തന്നെയായിരുന്നു, നിയോലിത്തിക് ഏജിന്റെ സമയത്തായിരുന്നു. സോ ഓപ്ഷൻ സി. ഓപ്ഷൻ 1 and 2 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. 3 സ്റ്റേറ്റ്മെന്റ് കാണാം. ഒന്ന്, ടെറാക്കോട്ട മോഡൽസ്, കളിപ്പാട്ടാണ് കേട്ടോ, കളിപ്പാട്ടം. ടെറാക്കോട്ട മോഡൽസ് ഓഫ് പ്ലഫ്, അതായത് ഉഴുതുമറിക്കുന്ന അതിന്റെ ഒരു മോഡൽ. പ്ലഫ് ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് സൈറ്റ്സ് ഓഫ് സൈറ്റ്സ് ഇൻ ചൊലിസ്ഥാൻ ആൻഡ് ബാനവാലി. അപ്പൊ ഹരിയാനയിലെ അതുപോലെ തന്നെ ചൊലിസ്ഥാൻ, അതുപോലെ തന്നെ ബാനവാലി, ഹരിയാനയിലെ ബാനവാലി, ഈ 2 സ്ഥലങ്ങളിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു? കളിപ്പാട്ടങ്ങൾ, പ്ലഫിന്റെ കളിപ്പാട്ടങ്ങൾ. പ്ലഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ അല്ലെ, നിലം ഉഴുതുമറിക്കുന്ന അതിന്റെ ഒരു എങ്ങനെ പറയാം, കലപ്പ. യെസ്, കലപ്പ, അതെ, അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, there is an evidence of pluffed field at Kalibangan. ആർക്കും ഡൗട്ട് ഉണ്ടോ? ശരിയാണ്. യെസ്, കാലിബംഗാൻ അസോസിയേറ്റ് വിത്ത് മെച്യൂർ ഫേസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. The pluffed field at Kalibangan had 2 sets of furrows crossing at the right angle to each other. ഇത് ആക്ച്വലി ഇത് ചിലർക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഫെമിലറൈസ് ആയിരിക്കില്ല. ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നിലം ഉഴുതുന്ന സമയത്ത് 2 രീതിയിൽ റൈറ്റ് ആംഗിളിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതും ഒരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഒരു ഏരിയയിൽ, കാലിബംഗൻ ആ ഒരു ഏരിയയിൽ 2 ക്രോപ്പുകൾ ഒരേ സമയത്ത് തന്നെ 2 ക്രോപ്സുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പരസ്പരം വളർത്തിയിട്ടുണ്ടായിരുന്നു, ചെടി നട്ടുണ്ടായിരുന്നു. 2 different crops were grow together. It's suggesting 2 different crops were grow together. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ്, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആ ഒരു സ്റ്റേജ്, അഗ്രികൾച്ചറൽ മേഖലയിൽ വലിയൊരു പുരോഗതി നമുക്ക് കാണാൻ പറ്റും.
അല്ലേ? സാധാരണ ഒരു ഫാമിംഗ് വിത്തങ്ങ് ജസ്റ്റ് ഒന്ന് ഇട്ടു പോവുകയല്ലേ ചെയ്യുന്നത്. പകരം അതിനെ നല്ല രീതിയിൽ നിലം ഉഴുതുമറിച്ച്, അല്ലെ, നിലം ഉഴുതുമറിച്ച് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഫാമിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സംഭവമാണ് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മുടെ ആൻസർ എ. യെസ്, മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് can definitely be said to be belief and practices of Indus Valley civilization? ഇൻഡസ് പീപ്പിൾ, അല്ലെ, അവരുടെ സമയത്ത് എന്തെല്ലാം തരത്തിലുള്ള വിശ്വാസം, അവിടെ കൾച്ചറൽ ബിലീഫ്സ് എന്തൊക്കെയായിരുന്നു? അതായി പറയുന്നതിൽ ഏതെല്ലാം ബിലീഫ്സ്, വിശ്വാസങ്ങളായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്? അപ്പോ 4 തരം വിശ്വാസം കൊടുത്തിട്ടുണ്ടായിരുന്നു. വേർഷിപ്പ് ഓഫ് നേച്ചർ, അടുത്ത ഫാലിക് ആൻഡ് യോണിക് വേർഷിപ്പ്, ബിലീഫ് ഇൻ ഗോസ്റ്റ് ആൻഡ് സ്പിരിറ്റ്, belief in life after death. All of this. The answer is all of this. Another question. Consider following person. 4 പേരെ നമുക്ക് പരിചയപ്പെടാം. ജോൺ മാർഷൽ. രണ്ടാമത് SR റാവ്. 3 RD ബാനർജി. 4 ദയാറാം സാഹിനി. ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾ 2-3 ആൾക്കാരെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടാവാം, അല്ലെ? ഈ ജോൺ മാർഷൽ അന്നത്തെ ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഓഫ് ഇന്ത്യ 1920 ആ സമയത്ത് ഉണ്ടായിരുന്ന ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു. ദെൻ RD ബാനർജി. ആരായിരുന്നു RD ബാനർജി? അല്ലെങ്കിൽ ആരായിരുന്നു ദയാറാം സാഹിനി? നമ്മുടെ ഹാരപ്പയും മോഹൻജാദരയും കണ്ടെത്തിയ വ്യക്തികളായിരുന്നു. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. SR റാവു ലോത്തൽ കണ്ടെത്തിയ ആളായിരുന്നു. ക്വസ്റ്റ്യനിലാണ് കുറച്ച് ടെസ്റ്റ് കിടക്കുന്നത്. ഇതിന്റെ വർഷം നമുക്കറിയണം. Who among these were associated with the first excavation was carried out at Harappa and Mohenjo-daro? ഈ പറഞ്ഞ 4 പേരിൽ ആദ്യ തവണ അത് ഫസ്റ്റ് ഫേസിൽ ഈ ഹാരപ്പയിലും മോഹൻജദാരോയുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ എക്സ്കവേറ്റ് ചെയ്ത വ്യക്തികൾ ആരൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ആക്ച്വലി ഇത് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല. നമുക്ക് 1950 നമുക്കൊരു അതായത് എന്തെങ്കിലും സ്വതന്ത്രം കിട്ടുക അല്ലെങ്കിൽ കിട്ടിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 1950 ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതൊരു ലേറ്റർ ഫേസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതിനു മുമ്പുള്ളത് ഏർലി ഫേസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ജോൺ മാർഷൽ, RD ബാനർജി, ദയാറാം സാഹിനി, ഈ ഒരു 3 പേരുമാണ് ഏർലി ഫേസിൽ ഈ മോഹൻജദാരോ ഹാരപ്പ സൈറ്റുകൾ കണ്ടെത്തിയ വ്യക്തികൾ. SR റാവു പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു? ലേറ്റർ ഫേസിൽ. ഞാൻ ഇതിന്റെ ടേബിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ. അപ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ആൾക്കാരെ ജസ്റ്റ് പരിചയപ്പെടാം. ഹാരപ്പൻ സൈറ്റ് നിലവിൽ പാകിസ്ഥാനിലാണ്. മോഹൻജദാരോ എഗെയിൻ നിലവിൽ പാകിസ്ഥാനിലാണ്. ചാൻഹദാരോ അതും പാകിസ്ഥാനിലാണ്. ഇനി ചിലപ്പോ സൈറ്റ് അടിസ്ഥാനത്തിൽ ഇനി ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് മാർക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. പാകിസ്ഥാനിൽ കാണുന്ന 3 പ്രധാനപ്പെട്ട ഏരിയാസ് ഹാരപ്പ, മോഹൻജദാരോ, ചാൻഹുദാരോ. ഇതിന് പുറമെ വേറെ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു മാപ്പ് കാണിച്ചില്ലേ? ഓക്കെ, അപ്പോ ഹാരപ്പൻ സൈറ്റ് 1921 ഡിസ്കവറി ചെയ്യുന്നത്. മോഹൻജദാരോ 1922, 1922. ചാൻഹുദാരോ 1931. കൂടെ തന്നെ ജോൺ മാർഷൽ അദ്ദേഹം. അപ്പോ ഓക്കെ, നമുക്ക് നോക്കാം. ഹാരപ്പ ആരാണ് കണ്ടെത്തിയത്? ദയാറാം സാഹിനി. മോഹൻജദാരോ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് RD ബാനർജി ആയിരുന്നു. അതുപോലെ തന്നെ ചാൻഹുദാരോ കണ്ടെത്തിയത് NG മജുംദാർ. അപ്പോ ഇതിൽ ജോൺ മാർഷൽ അദ്ദേഹം ആ സമയത്ത് ഇൻഡസ് വാലി സൊല്യൂഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആസ് എ ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഓഫ് ഇന്ത്യ, സർവേ ഓഫ് ഇന്ത്യ. ഇതാണ് ഒരു ഏർലി ഫേസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏർലി ഫേസ്. ലേറ്റർ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ കാലിബംഗാൻ,
ഈ ഫേസിലെല്ലാം ഇന്ത്യയിൽ തന്നെയാണ്. കാലിബംഗാൻ 1953 അല്ലേ? അമൽനാഥ് ഘോഷ് എ ഘോഷ്. അടുത്തൊരു ക്വസ്റ്റനിൽ കാണാൻ പറ്റും. കാലിബംഗാൻ ആരെ കണ്ടെത്തിയത്? എ ഘോഷ് അല്ലെങ്കിൽ അമൽനന്ദ് ഘോഷ്. അടുത്ത് റോപ്പാർ 1953 റോപ്പാർ YD ശർമ്മ കണ്ടെത്തുന്നത്. ലോത്താൽ നമ്മൾ ക്വസ്റ്റൻ ഉണ്ടായിരുന്നത് SR റാവു എന്നാണ് കണ്ടെത്തിയത്? 1954 കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആലംഗീർ പൂർ 1958 YD ശർമ്മ. അടുത്ത് ധോളാവിറ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് 1967 JP ജോഷി. ദെൻ സുർക്കാട്ടോട 1964 JP ജോഷി. ദെൻ രാഗിഗർഹി 1963 സൂരജ് ബൻ. ദെൻ ബാനവാരി 1974 RS ബിഷ്ട്. എനിക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം. വിത്ത് റെഫറൻസ് ടു ഇൻഡസ് വാലി സിവിലൈസേഷൻ കൺസിഡർ ഫോളോയിങ് ആനിമൽസ്: bull, elephant, rhinoceros. The figure or figures of which of the above animals are found in the Indus Valley seals? What's your answer? Answer is all of this. Yes, all of this. ബുള്ള് അല്ലേ? യൂണിക്കോൺ, ബുള്ള്, കാള. എലഫന്റ് ആനയെ കാണാം. റൈനോസേഴ്സ്. അങ്ങനെ ഏകദേശം 20ഓളം ഇനം ആനിമൽസ് ഇതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്ത വ്യത്യസ്ത സീലുകളിൽ ഇത്ര ആനിമൽസ് ഉണ്ടായിരുന്നു. ഇതിന്റെ സീലുകളിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ: മാച്ച് ദ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് കറക്റ്റ് ആൻസർ. അപ്പൊ ഹാരപ്പാര കണ്ടെത്തിയത്? ദയാറാം സാഹിനി. മോഹൻജാദാരോ? RD ബാനർജി. കാലിബംഗാൻ എ ഘോഷ് അല്ലേ? അമൻദൻ സോറി എന്തായിരുന്നു, പെട്ടെന്ന് മറന്നുപോയി. അമൽനന്ദ് ഘോഷ്. ദെൻ റംഗ്പൂർ MS വാട്സ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. This is our answer. അതിലടാ മാറിപ്പോയോ? സോറി കിട്ടോ? ഇല്ല. ഓക്കെ, നേരത്തെ ആൻസർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ: ദ റിലീജിയൻ ഓഫ് ഏർലി വേദിക് ആര്യൻസ് വാസ് പ്രൈമർലി വൺ ഓഫ്. ഇനി നമുക്ക് വേദിക് ഫേസിലേക്ക് വരാം. അപ്പോ വേദിക് ഫേസിൽ ഏർലി വേദിക്കിൽ ഉണ്ടായിരുന്ന പ്രൈമർലി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന റിലീജിയൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വർഷിപ്പ് ഓഫ് നേച്ചർ ആൻഡ് ഭക്തി. ഭക്തി മൂവ്മെന്റ് എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ലല്ലോ അല്ലെ? ഭക്തി. ഓപ്ഷൻ ബി ഭക്തി അല്ല. അടുത്ത് ഇമേജ് വർഷിപ്പ് ആൻഡ് യജ്ഞാസ് ഇല്ല. ഓപ്ഷൻ ഡി യജ്ഞാസ് ആൻഡ് വർഷിപ്പ് ഓഫ് നേച്ചർ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ: which one of the following was the main characteristic of the later Vedic age? ലേറ്റർ വേദിക് ഏജിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വർണ്ണ സിസ്റ്റം. ഏർലി ഫേസിൽ വർണ്ണ സിസ്റ്റം ഇല്ലായിരുന്നു, പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നാണ് പറയുന്നത്. അപ്പൊ ലേറ്റർ വേദിക്കിലാണ് നമുക്ക് വർണ്ണ സിസ്റ്റം അറിയായിരിക്കും അല്ലേ? 4 വിഭാഗം വർണ്ണം: ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: പുരുഷ സൂക്ത ഈസ് പാർട്ട് ഓഫ്. ഓപ്ഷൻ എ ഋഗ്വേദ. ഓപ്ഷൻ ബി യോഗസൂത്ര. ഓപ്ഷൻ സി രാമായണ. ഓപ്ഷൻ ഡി ഭഗവത്ഗീത. അതെ, എല്ലാവരും ഹരി ആൻസർ എ ആണ്, ഋഗ്വേദ. അപ്പോ ഋഗ്വേദയിലെ 10ാമത്തെ മണ്ഡലത്തിലായിരുന്നു ഈ പുരുഷ സൂക്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ 10th മണ്ഡല ഓഫ് ദി ഋഗ്വേദ സംഹിത ഈസ് ഡിവോട്ടഡ് ഹോളി. പൂർണ്ണമായിട്ടും താഴെ പറയുന്ന ഏതുമായി ബന്ധപ്പെട്ടതാണ്? പറഞ്ഞോളൂ.
ഒന്ന് തല തിരിച്ചിട്ടെന്നേ ഉള്ളൂ അല്ലേ? യെസ്, പുരുഷ സൂക്ത. ഹിമൻസ്, കീർത്തനങ്ങൾ. പുരുഷ സൂക്ത, കീർത്തനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ലിറ്റററി ടെക്സ്റ്റ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഫോറസ്റ്റ് ബുക്ക്. ഫോറസ്റ്റ് ബുക്ക് എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു? യെസ്, ആൻസർ സി. എല്ലാവരും പറഞ്ഞു ആരണ്യാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്പോണ്ടർ ഓഫ് യോഗ ഫിലോസഫി. യോഗ ഫിലോസഫി ആരാണ്ടാക്കിയത്? പതഞ്ജലി അല്ലെ? ഓപ്ഷൻ എ, പതഞ്ജലി. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ചാരക സംഹിത ഒറിജിനേറ്റ്? ചാരക സംഹിത, അതും ആ ഒരു വേദിക് ഏജിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആരുടെ സമയത്തുണ്ടായിരുന്നു ചാരക സംഹിത? നമുക്ക് പെട്ടെന്നൊന്ന് ആദ്യം തന്നെ ഡൗട്ട് ഉണ്ടാവും. 6th സെഞ്ചുറി BC, 2nd സെഞ്ചുറി BC, 4th സെഞ്ചുറി BC, 5th സെഞ്ചുറി BC അല്ലേ? ആക്ച്വലി ഇതിന്ന് നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ 4th, 5th, അതുപോലെ തന്നെ 6th സെഞ്ചുറി ഇതൊന്നും വേദിക് ഏജുമായി ബന്ധപ്പെട്ടതല്ല. ആണോ? അല്ല. യെസ്. അപ്പോ നമ്മുടെ ആൻസർ 3rd to 2nd സെഞ്ചുറി BC. ആ സമയത്തായിരുന്നു ചാരക സംഹിത ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഓഥർ ഓഫ് ഹസ്ത്യ ആയുർവേദ? ഹസ്ത്യ ആയുർവേദ. ഹസ്ത്യ ആയുർവേദ എന്ന് പറയുമ്പം ആനയുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് ഹസ്ത്യ ആയുർവേദ. അതിന്റെ ഒറിജിൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഓഥർ പാലകാപ്യ. അപ്പോ ഈ ഒരു ഹസ്ത ആയുർവേദ, അതിന് മറ്റൊരു പേരും കൂടി നമുക്ക് നോക്കാം, ഗജ ആയുർവേദ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ, പല എക്സാമിനും കണ്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു. ഇങ്ങനൊരു വ്യത്യസ്ത രീതിയിലുള്ള മാരേജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ദി മനുസ്മൃതി, വിച്ച് ഫോം ഓഫ് മാരേജ് റിസൾട്ട് ഫ്രം വോളണ്ടറി യൂണിയൻ ഓഫ് മെയ്ഡൻ ആൻഡ് ഹെർ ലവർ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ 8th ഫോം, ഓപ്ഷൻ ബി 5th ഫോം, ഓപ്ഷൻ സി 7th ഫോം, ഓപ്ഷൻ ഡി 6th ഫോം. അതായത് മനുസ്മൃതിയിൽ 8 വിഭാഗം മാരേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 വിഭാഗം മാരേജ് ആണ് പെർമിറ്റഡ് ആയിട്ട്, അതായത് സൊസൈറ്റിയിൽ അല്ലെ, എല്ലാവരും സൊസൈറ്റിയിൽ പെർമിഷൻ നൽകുന്ന ആ 4 വിഭാഗം. ബാക്കി 4 വിഭാഗം ഇറ്റ്സ് നോട്ട് പെർമിറ്റഡ്. അപ്പൊ ആ 8 വിഭാഗത്തെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത സ്ലൈഡിൽ ജസ്റ്റ് നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് 6th ഫോം ആണ്. 6th ഫോം, അതായത് വോളണ്ടറി യൂണിയൻ ഓഫ് മെയ്ഡൻ ആൻഡ് ഹെർ ലവർ. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ലവ് മാരേജ്. അപ്പൊ ആ 8 വിഭാഗം മാരേജ് ഏതൊക്കെ നോക്കാം. ആദ്യം തന്നെ ബ്രഹ്മ എന്ന് പറയുമ്പം അറേഞ്ച് മാരേജ്. 2, ദൈവ, ദ ഫാദർ ഗിവ് ഹിസ് ഡോട്ടർ ടു എ പ്രീസ്റ്റ്. അതായത് ഒരു പുരോഹിതന് കൈമാറും. ഒരു അച്ഛൻ അവരുടെ കുട്ടിയെ ഒരു പുരോഹിതന് കൈമാറും. അതാണ് ദൈവ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിവാഹം. മറ്റൊന്ന് അർഷ എന്ന് പറയുമ്പം ഒരു തരത്തിൽ നമ്മുടെ ഈ ഒരു എന്താ പറയാ, പുരുഷധനം കൊടുത്തിട്ട്, സ്ത്രീധനമല്ല പുരുഷധനം. കാരണം വെച്ച് കഴിഞ്ഞാൽ പുരുഷനാണ് സ്ത്രീയുടെ അച്ഛന് എന്ത് കൊടുക്കുന്നത്? ഒരു കാളയെയും പശുയെയും കൊടുക്കുന്നത്. ദ ഗ്രൂം gives a cow and bull to bride's father in exchange for daughter. അതായത് ഒരു അച്ഛൻ അച്ഛന്റെ മകളെ എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തി
ഒരു കാളയെയും അതുപോലെ തന്നെ ഒരു പശുവിനെയും നൽകിക്കൊണ്ട് വാങ്ങുന്നു, കല്യാണം കഴിച്ച് വാങ്ങുന്നു. മനസ്സിലായോ? ഓക്കെ. അടുത്തത് പ്രജാപത്യ. പ്രജാപത്യ സിമിലർ ടു ബ്രഹ്മ. ഇത് ആക്ച്വലി ബ്രഹ്മയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ ഈ പ്രജാപത്യ എന്ന് പറയുമ്പം ഒന്നുകൂടി ഒരു ഇക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രജാപത്യ. നമുക്ക് എന്താ നോക്കാം. സിമിലർ ടു ബ്രഹ്മ, ബട്ട് ഹിസ് ഫാദർ ഗീവ്സ് ഡോട്ടർ വിത്ത് എ ബ്ലെസ്സിംഗ് ദാറ്റ് the couple will fulfill their civic and religious duties together. അതായത് പല എക്സാമിനും സ്റ്റേറ്റ്മെന്റ് കണ്ടതാണ് കന്യാദാൻ. കന്യാദാൻ ആക്ച്വലി ഈ സംഭവം കന്യാദാൻ ബ്രഹ്മയും പ്രജാപതിയുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങളാണ്. നമുക്ക് ആദ്യം എന്താണ് കന്യാദാൻ എന്ന് നോക്കാം. കന്യാദാൻ എന്ന് പറയുമ്പം ഒരു കന്യകയെ ദാനമായി കൊടുക്കുന്നു. അതായത് ഒരു അച്ഛൻ ആ അച്ഛന്റെ മകളെ ഒരു വ്യക്തിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. പൂർണ്ണമായിട്ടും ആ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഗാർഡിയൻഷിപ്പ് ആ ഒരു പുരുഷനിലേക്ക് വെച്ച് മാറുന്നു. അതാണ് കന്യാദാൻ. മനസ്സിലായോ? അപ്പോ ബ്രഹ്മയിൽ അറേഞ്ച് മാരേജിൽ കന്യാദാൻ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഗാർഡിയൻഷിപ്പ് ഫോർമലി മാറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രജാപത്യയിൽ അങ്ങനെ ചെയ്യുന്നില്ല. പകരം ചെയ്യുന്നത് ഈ ഒരു പുരുഷനും ഈ പെൺകുട്ടിയും അല്ലെ രണ്ടുപേരും കൂടിയും ഒരുമിച്ച് ഈ ഒരു കൾച്ചറൽ അതുപോലെ തന്നെ സിവിക്സ് ഡ്യൂട്ടീസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവിടെ ആ ഒരു കടമകൾ നിറവേറ്റണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ കന്യാദാൻ ഈ ഗാർഡിയൻഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോ ഗാർഡിയൻഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്രഹ്മയിലാണ്, ഏതിലല്ല? പ്രജാപതിയിലല്ല. അത് തന്നെയാണ് ഈ ഒന്നാമത്തെ രണ്ടാമത്തെയും ബ്രഹ്മയുടെയും പ്രജാപതിയുടെയും വ്യത്യാസം. അപ്പൊ ഈ ആദ്യത്തെ 4 വിഭാഗം മാരേജിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഫസ്റ്റ് വൺ ബ്രഹ്മ, 2 ദൈവ, 3 അർഷ, 4 പ്രജാപത്യ. അപ്പൊ ഈ 4 മാരേജുകളാണ് പെർമിറ്റഡ് സൊസൈറ്റി അല്ലെ? സൊസൈറ്റി അംഗീകരിച്ചിട്ടുള്ള 4 തരം എന്ത് ചെയ്യുന്നു മാരേജ്. ബാക്കി 4 വിഭാഗം മാരേജ് സൊസൈറ്റി അംഗീകരിക്കാത്ത വിഭാഗം മാരേജ് ആണ്. നമുക്ക് എന്താ നോക്കാം. 5ാമത് അസുര. എന്താണ് അസുര? The groom acquires bride by paying price to her kinsman and herself. അതായത് പണം കൊടുത്ത് വാങ്ങാം. മാരേജ് ബൈ പർച്ചേസ്. പണം കൊടുത്ത് ഒരു പെൺകുട്ടിയെ വാങ്ങുന്നു, കല്യാണം കഴിച്ചതായിട്ട് അറിയിക്കുന്നു. 5 അസുര. 6ാമത് ഗന്ധർവ, ലവ് മാരേജ്. A voluntary union based on mutual love and desire between a man and woman. എന്താണ് അസുര? ലവ് മാരേജ്. അടുത്ത് രാക്ഷസ. ഒരാളെ തട്ടിക്കൊണ്ടുപോയിട്ട് കല്യാണം കഴിക്കുന്നു, രാക്ഷസ. The forcible abduction of a maiden by groom after staying or wounding her kinsman. അതായത് അച്ഛനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആ ഒരു ഗാർഡിയനെയോ വകവരുത്തിയിട്ടോ അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചിട്ടോ എന്ത് ചെയ്യുന്നു, ആ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുന്ന ഒരു വിഭാഗമാണ് രാക്ഷസ. ഏറ്റവും ലാസ്റ്റ് പൈശാച. എന്താണ് പൈശാച? ഒരാളെ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അടിമപ്പെടുത്തിയിട്ട് മദ്യം കുടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ സെഡ്യൂസ് ചെയ്തിട്ട് അവരെ കല്യാണം കഴിക്കുന്നു. ഓക്കെ. അപ്പൊ ഇങ്ങനെ 8 വിഭാഗം മാരേജ്. അപ്പം ഇത്തരം മാരേജുകൾ പല എക്സാം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ പറഞ്ഞത്. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നത്, ഇൻ മനുസ്മൃതി വിച്ച് ഫോം ഓഫ് മാരേജ് റിസൾട്ട് ഫ്രം ദി വോളണ്ടറി യൂണിയൻ ഓഫ് മെയ്ഡൻ ആൻഡ് ഹെർ ലവർ? എത്രാമതാണ്? 6th ഫോം. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്ട്ലി മാച്ച്ഡ്? ഇൻകറക്ട്ലി മാച്ച്ഡ്. ഒന്ന് ഋഗ്വേദ, ഹ്യൂമൻസ് കീർത്തനങ്ങൾ. സാമവേദ മ്യൂസിക് സംഗീതം. അഥർവേദ യജുർവേദ. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ്ലിയാ. ആദ്യത്തെ രണ്ടും ശരിയാണ് അല്ലേ? ഋഗ്വേദ ഹ്യൂമൻസ് ആണ്, സാമവേദ മ്യൂസിക് ആണ്. അഥർവേദയും യജുർവേദയും പരസ്പരം തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അഥർവേദ എന്ന് പറയുന്നത് മാജിക്കൽ മന്ത്രാസ്, യജുർവേദ റിച്വൽസ്. സോ നമ്മുടെ ആൻസർ സി. ഞാൻ ആ ഒരു സംഭവത്തിലേക്ക് ജസ്റ്റ് ഒന്ന് വരാം. നമ്മുടെ ഈ ഒരു വേദങ്ങളും വേദാംഗങ്ങളും ഉപനിഷത്തും അതിനെക്കുറിച്ച് ഒരു 5 മിനിറ്റ് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോ ആദ്യമായിട്ട് തന്നെ വേദങ്ങളെ കുറിച്ചാവാം. ഓൾഡസ്റ്റ് സാക്രഡ് ലിറ്ററേച്ചർ അല്ലെ, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഹിന്ദു റിലീജിയനെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിരിക്കുന്ന സാക്രഡ് ലിറ്ററേച്ചർ ആണ് വേദങ്ങൾ. ഇപ്പോ ക്രിസ്ത്യൻ റിലീജിയൻ ആണെങ്കിൽ ബൈബിൾ, മുസ്ലിംസ് ആണെങ്കിൽ ഖുർആൻ, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള എന്ത് ചെയ്യുന്നു സാക്രഡ് ലിറ്ററേച്ചർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വേദങ്ങൾ 4 വിഭാഗങ്ങളാണ്: ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവേദ. അപ്പോൾ ഋഗ്വേദ ഹ്യൂമൻസ് ടു ഗോഡ്, അതായത് ദൈവത്തിനുള്ള കീർത്തനങ്ങളാണ് ഋഗ്വേദ. സാമവേദ മ്യൂസിക്കൽ ചാൻസ്, സംഗീതം അല്ലേ. യജുർവേദ എന്ന് പറയുന്നത് റിച്വൽ ഫോർമുലാസ് ആണ്, ദൈവത്തിന് അർപ്പിക്കുന്ന ഇത്തരം റിച്വൽസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യജുർവേദ. ദെൻ അഥർവേദ എന്ന് പറയുന്നത് മാജിക്കൽ സ്പെൽസ് ആൻഡ് ഡെയിലി ലൈഫ് റിച്വൽസ്. ഇനി ഈ വേദങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ, അതിന്റെ ആയങ്ങളിലേക്ക് ഒന്നുകൂടി ജസ്റ്റ് നോക്കുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചർ നമുക്ക് പരിശോധിക്കാം. 4 രീതിയിൽ സ്ട്രക്ചർ പരിശോധിക്കുമ്പം സംഹിതാസ്, കളക്ഷൻ ഓഫ് ഹ്യൂമൻസ്. ബ്രാഹ്മണ, റിച്വൽ എക്സ്പ്ലനേഷൻ. ആരംഗ്യ, ഫോറസ്റ്റ് ട്രീറ്റീസ് ആൻഡ് ഫിലോസഫി. ഉപനിഷത്ത്, സ്പിരിച്വൽ ആൻഡ് ഫിലോസഫിക്കൽ ഐഡിയാസ്. ഇനി ഉപവേദങ്ങൾ നോക്കാം. ഉപവേദങ്ങൾ ഇതെല്ലാം പല എക്സാമുകൾക്കും ചോദിച്ച അല്ലെ പോയിന്റ്സ് ആണ്. അത് മാത്രം എടുത്ത് തയ്യാറാക്കിയതാണ്. ഉപവേദ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് നമുക്ക് കാണാം ആയുർവേദ. ആയുർവേദ എന്ന് പറയുമ്പോൾ മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് സയൻസ് ആണ്. ധനുർവേദ വാർഫെയർ ആൻഡ് മിലിറ്ററി സയൻസ് ആണ്. ഗന്ധർവവേദ മ്യൂസിക്, ഡാൻസ് ആൻഡ് ആർട്സ്. അതുപോലെ തന്നെ സ്ഥാപത്യ വേദ ആർക്കിടെക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ. ഇനി വേദങ്കാസ് നോക്കിക്കഴിഞ്ഞാൽ വേദങ്കാസ് എത്ര വിഭാഗം? 6 വിഭാഗമാണ്. ശിക്ഷ, കൽപ്പ, വ്യാകരണ, നിരുക്ത, ചാൻസ്, ജ്യോതിഷ. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വേദങ്കാസ് 6 വിഭാഗമാണ്: ശിക്ഷ, കൽപ്പ, വ്യാകരണ, നിരുക്ത, ചാണ്ടാസ്, അതുപോലെ തന്നെ ജ്യോതിഷ. അപ്പൊ എന്തൊക്കെയാണ് അത് കൊടുത്തിരിക്കുന്നത് നോക്കി, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ശിക്ഷ എന്ന് പറയുമ്പോൾ പ്രൊണൗൺസിയേഷൻ ആൻഡ് ഫോണറ്റിക്സ്, എങ്ങനെ അല്ലെ പ്രൊണൗൺസ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ കൽപ്പ എന്ന് പറയുന്നത് റിച്വൽ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. വ്യാകരണ ഗ്രാമറിനെ കുറിച്ചാണ്. നിരുക്ത എറ്റിമോളജി ആൻഡ് മീനിങ് ഓഫ് വേർഡ്സ്. ചാൻസ് വേദിക് മീറ്റേഴ്സ് ആൻഡ് പോയട്രി. ജ്യോതിഷ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോളജി. ഇനി സ്മൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്മൃതി, മനുസ്മൃതി കാണാം, അതുപോലെ തന്നെ ജ്ഞാനവൽക്യ സ്മൃതി കാണാം, നാരദ സ്മൃതി കാണാം. ഇതിഹാസങ്ങൾ രാമായണ, മഹാഭാരത. പുരാണങ്ങൾ ഈ ഒരു മിത്തോളജിയും കോസ്മോളജിയും ലെജൻസും ഉൾപ്പെടുത്തിയ 18 മഹാപുരാണാസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ദർശനാസ് 6 ഫിലോസഫിക്കൽ സിസ്റ്റമാണ്. ന്യായ, വൈശേഷിക, സംഖ്യ, യോഗ, പൂർവമീമാംസ, വേദാന്ത. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റിനിലേക്ക് വരാം. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി ചെയ്തു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഋഗ്വേദിക് ഏജ്. ഋഗ്വേദിക് ഏജിൽ അതായത് ഏർലി വേദിക് ഏജ് ആണ് ഉദ്ദേശിക്കുന്നത്.
ആ ഒരു ഏർലി വേദിക് ഏജിൽ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ്, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, ദർ വാസ് നോ പർദ സിസ്റ്റം. ദർ വാസ് നോ പർദ സിസ്റ്റം, അതായത് മുഖം മറക്കുന്ന ആ ഒരു പർദ സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, അങ്ങനെ പർദ സിസ്റ്റം ഇല്ലായിരുന്നു. അടുത്ത്, വിമൻ ഓഫൺ പെർഫോംഡ് സതി. സ്ത്രീകൾ സതി അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഭർത്താവിന്റെ ചിതയിൽ മരിക്കുന്ന, അല്ലെ, ചിതയിൽ ചാടി മരിക്കുന്ന സതി അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് 3, ഗേൾസ് വർ ഗിവൺ മാരേജ് ഓൺലി ആഫ്റ്റർ പുബർട്ടി. അതായത് പ്രത്യേകിച്ച് ഈ ഒരു ചൈൽഡ് മാരേജ് കുറവായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗേൾസ് കുഡ് സംടൈം ചൂസ് ദെയർ ഓൺ ഹസ്ബൻഡ്സ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ദർ വാസ് നോ പർദ സിസ്റ്റം. പക്ഷേ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം പ്രീ ഗുപ്ത പീരീഡ് ഏകദേശം 500 CE അല്ലെങ്കിൽ 500 AD ഗുപ്തന്മാരുടെ കാലത്തിന് തൊട്ടു മുമ്പാണ് ഈ ഒരു സതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഫിലോസഫി ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത് പ്രീ ഗുപ്ത പീരീഡിലായിരുന്നു, വേദിക് ഏജിലായിരുന്നില്ല. ഓപ്ഷൻസ്, സ്റ്റേറ്റ്മെന്റ് 3, ഗേൾസ് വർ ഗിവൺ മാരേജ് ഓൺലി ആഫ്റ്റർ പുബർട്ടി. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 4, ഗേൾസ് കുഡ് സംടൈം ചൂസ് ദെയർ ഓൺ ഹസ്ബൻഡ്സ്. അപ്പോ ഒരു കോമൺ ഫാക്ടർ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഏർലി വേദിക് ഏജ് എന്ന് പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ കൂടുതൽ പ്രിഫറൻസ് അല്ലെങ്കിൽ കൂടുതൽ ഓട്ടോണമി ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയം കൂടിയായിരുന്നു. കാരണം ആ സമയത്തൊക്കെ സ്ത്രീകൾക്ക് വലിയ രീതിയിൽ എന്തുണ്ടായിരുന്നു, അല്ലെ, അവർക്ക് അവരുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന രീതി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവെ നല്ലൊരു പൊസിഷൻ ആയിരുന്നു ഋഗ്വേദിക് ഏജിലൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നീടാണ് അതിങ്ങ് കുറഞ്ഞ് ഇല്ലാതായി മാറിയത് കേട്ടോ. സോ നമ്മുടെ ആൻസർ 1, 3, 4, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അടുത്തൊരു ക്വസ്റ്റ്യൻ, കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദർ ആർ 6 വേദങ്കാസ്. നമ്മൾ നേരത്തെ നോക്കി കൽപ്പ അങ്ങനെ പോലെയുള്ള വേദങ്കാസ്, 6 വേദങ്കാസ്, അത് ശരിയാണ്. അടുത്ത്, ഉപനിഷത്ത് ആർ റിലേറ്റഡ് വിത്ത് ഫിലോസഫി. സോ അതും ശരിയാണ്, ബോത്ത് 1 and 2. ഉണ്ടല്ലേ, വേദങ്കാസ് 6 വിഭാഗമായിരുന്നു. ശിക്ഷ, കൽപ്പ, വ്യാകരണ, നിരുക്ത, ചാണ്ടാസ്, ജ്യോതിഷ. അതുപോലെ തന്നെ ഉപവേദാസ്, അപ്ലൈഡ് സയൻസ് ഡിറൈവ്ഡ് ഫിലോസഫി തന്നെയായിരുന്നു. ഉപനിഷത്തായി ചോദിച്ചിട്ടുണ്ട് അല്ലേ, ഉപനിഷത്തല്ലേ ചോദിച്ചേ, ഉപനിഷത്ത് റിലേറ്റഡ് ടു ഫിലോസഫി, ഉപനിഷത്ത് സ്പിരിച്വൽ ആൻഡ് ഫിലോസഫിക്കൽ ഐഡിയാസ്. അപ്പോ തൽക്കാലം നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് 2 പോയിന്റ്സ് ആണ് പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്തത്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആൻഡ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ കേട്ടോ. ഈ 2 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ബുദ്ധിസം, ജൈനിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ആൻഷ്യന്റ് ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് പല കാര്യങ്ങളും റിക്കവർ ചെയ്യാൻ പറ്റുമോ, റിവൈസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരിക്കലും ഒരു ക്ലാസ് എന്ന രീതിയിലല്ല പോകുന്നത്, ഒരു റിവിഷൻ എന്ന രീതിയിൽ, ഒരു മാരത്തോൺ സെഷൻ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത്. പറയൂ, നിങ്ങൾക്കത് റിവൈസ് ചെയ്യാൻ പറ്റിയോ? ഓക്കെ. അപ്പൊ തൽക്കാലം നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ഒരു ഡൗട്ട് സാർ. പറ സാർ, ഈ മനുസ്മൃതി ലൈക്ക് ഏൻഷ്യൻ ലോ ബുക്ക് ആയിരുന്നല്ലോ, അപ്പൊ ഈ മനുസ്മൃതി ലൈക്ക് CRPC വെച്ച് നമ്മള് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ആക്ച്വലി മനുസ്മൃതി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ അല്ലെ, പ്രത്യേകിച്ച് പല വിഭാഗം ആളുകൾ ഇപ്പോ ഈ എങ്ങനെ പറയാം, വർണ്ണങ്ങൾ അല്ലെ,
വ്യത്യസ്ത വർണ്ണങ്ങൾ അനുസരിച്ചിട്ട് വ്യത്യസ്ത രീതിയിലായിരുന്നു അവരുടെ ട്രയലുകളും അതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന പണിഷ്മെന്റുകളും. പക്ഷേ നമ്മുടെ IPSയും അതുപോലെ തന്നെ ഈ BNS CRPC ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതെല്ലാവർക്കും ഒരുപോലെയായി മാറി. വർണ്ണങ്ങൾക്ക് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ മതത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലാതെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റമായി മാറി. അതല്ലാണ്ട് ലോ വൈസ് വേറെ ഡിഫറൻസ് ഒന്നുമില്ലല്ലോ? ലോ വൈസ് ഞാൻ അത്രയും ഡീപ്പായിട്ട് മനുസ്മൃതിയെ കുറിച്ച് പഠിച്ചിട്ടില്ല. അല്ല സാർ, ഉദ്ദേശം വെച്ചാല് നമ്മളിപ്പോ ആസ് എ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമുക്ക് അപ്ലിക്കബിൾ ആവുന്ന സംഭവങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു വർണ്ണ സിസ്റ്റത്തിന്റെ വേരിയേഷൻ മാത്രമല്ലേ ഉള്ളു? പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്നുകൂടി ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇപ്പോ അത് എത്രത്തോളം അതിന്റെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റി ഉണ്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ സാർ, ഓക്കെ താങ്ക് യു. ഓക്കെ. വേറെ ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് എവരിവൺ. ബൈ. Thank you, sir. Good night. Thank you, sir. Okay, good night. Okay, bye. Thank you, sir.